നമസ്കാരം. ഗുഡ് ഈവനിംഗ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ലോക്സഭാ ഇലക്ഷൻ ആഗതമായി. ഇലക്ഷൻ പ്രചരണം വളരെ ഗംഭീരമായിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇലക്ഷനെ കുറിച്ച് സംസാരിക്കാനായി തമിഴിലെ ദളപതി വിജയ് ഇപ്പോൾ നമ്മുടെ ലൈനുണ്ട്. വിജയ് പറയൂ, താങ്കൾക്ക് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? நெஞ்சில் குடியிருக்கும் என்னோட அன்பார்ந்த ரசிகர்களே, ஒவ்வொரு வீட்டில் இருக்கும் என்னோட குட்டி குட்டி நண்பர்களே, எல்லாருக்கும் என்னோட வணக்கம். 2024 லோக்சபா எலெக்ஷன் வந்தாச்சு. நாம எல்லாரும் ஓட் பண்ணணும். நானும் என்னோட ஃபேமிலியும் கண்டிப்பா ஓட் பண்ண போவேன். நீங்களும் என்ன வேணாலும் ஓட் பண்ணணும். ஓட் பண்றது என்றது நம்மளோட எல்லாரோட உரிமை. എല്ലാ കാൻഡിഡേറ്റ്സുക്കും എന്നോട് ഓൾ ദ ബെസ്റ്റ്. നന്ദി വിജയ്. നമുക്ക് തിരിച്ചു വരാം. എന്തായാലും വയനാട് ജില്ലയിൽ സ്വീപ്പ് ഒരുക്കിയ വോട്ടുകട വളരെ ചർച്ചാ വിഷയമാണ് ഇപ്പോൾ കേരളത്തിൽ ഉള്ളത്. നമുക്കെന്തായാലും വയനാട് ജില്ലയിലെ ആ വോട്ടുകടയിലേക്കൊന്ന് കടന്നു ചെല്ലാം. നമ്മുടെ പ്രതിനിധി സലീം കുമാർ ഇപ്പോൾ അവിടെയുണ്ട്. സലീം കുമാർ പറയൂ, താങ്കൾ ഇപ്പോൾ വോട്ടുകടയിൽ എന്താണ് ചെയ്യുന്നത്? അവിടെ ചായ ഓർഡർ ചെയ്യുകയാണോ? പ്രതിപേട്ട എന്തൊക്കെയുണ്ട്? ചായയുണ്ട്, കോഫിയുണ്ട്, സവാള വടയുണ്ട്, ബോണ്ടയുണ്ട്, സുഹ്യനുണ്ട്. ഒരു ചായ, ഒരു സവാള, ഒരു സുഖിയൻ. എടാ സലീമേ, ഇലക്ഷന്റെ പ്രചരണമൊക്കെ എങ്ങനെ നടക്കുന്നു? ചേട്ടൻ ഈ റോഡിലേക്ക് നോക്കി. ചേട്ടൻ തരുന്ന ഈ ചൂട് ചായനേക്കാളും ഭയങ്കര ചൂടോടുകൂടിയാണ് ഇലക്ഷൻ പ്രചരണം ഇവിടെ നടക്കുന്നത്. ചേട്ടൻ എന്തായാലും വോട്ട് ചെയ്യാൻ പോണം. ജനങ്ങൾ എന്തായാലും വോട്ട് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. ഞാനും എന്റെ ഫാമിലിയും എന്തായാലും വോട്ട് ചെയ്യാൻ പോവും. സാറേ, എനിക്കൊരു സംശയമുണ്ട്. എന്റെ വീട്ടില് പ്രായമായ ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ അയൽക്കാരായ അംഗപരിമിതരായ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് വോട്ട് ചെയ്യണമെങ്കിൽ ബൂത്തിൽ പോയി വോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഈ പ്രായമായ 85 വയസ്സുള്ള ആളുകളും അതുപോലെ തന്നെ അംഗപരിമിതർക്കും വീട്ടിലിരുന്ന് തന്നെ വോട്ട് ചെയ്യാനായി ബൂത്ത് ലെവൽ ഓഫീസർമാർ ഫോറവുമായി സമീപിച്ചിട്ടുണ്ട്. അവർക്ക് വീട്ടിൽ നിന്ന് തന്നെ വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഇലക്ഷൻ കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട്. ഇനി ബൂത്തിൽ പോയി വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ബൂത്തിൽ പോയി വോട്ട് ചെയ്യാം. അവിടെയും അവർക്ക് വോട്ട് ചെയ്യാനുള്ള സാഹചര്യവും സംവിധാനവും ഇലക്ഷൻ കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട്. കൈക്കുഞ്ഞുമായി വരുന്ന അമ്മമാർക്കും പ്രത്യേക സംവിധാനം ബൂത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ടെൻഷൻ വേണ്ട. എല്ലാവരും വോട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറായാൽ മതി. നന്ദി സലീം കുമാർ. താങ്കൾ നല്ലൊരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇലക്ഷൻ കമ്മീഷൻ വളരെ നല്ല സംവിധാനങ്ങളൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും KP ഉമാർ ഇപ്പോൾ വോട്ടുകളിൽ എത്തിയിട്ടുണ്ട്. എന്തോ ഒരു ഇൻഫോർമേഷൻ നൽകാനാണ്. എന്താണ് KP ഉമാർ താങ്കൾക്ക് പറയാനുള്ളത്? ഗുഡ് ഈവനിങ് എവരിവൺ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് എന്നൊരു ആപ്പുണ്ട്. അതെല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. ആ ആപ്പിൽ ഇലക്ഷനെ സംബന്ധിച്ച വിവരങ്ങളും വോട്ടർ പട്ടികയുടെ വിവരങ്ങളും ബൂത്ത് ചെയ്യേണ്ടത് എവിടെയാണെന്നുള്ള വിവരങ്ങളും നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഇറ്റ്സ് എ റിയലി അമേസിംഗ്. നന്ദി KP ഉമാർ. താങ്കൾ നല്ലൊരു ഇൻഫോർമേഷൻ ആണ് ഇപ്പോൾ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. എല്ലാവരും വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നമുക്ക് എല്ലാ വിവരങ്ങളും ഇലക്ഷനെ കുറിച്ച് അറിയാൻ സാധിക്കുന്നതാണ്. എന്തായാലും വോട്ടുകടയിൽ ഇപ്പോൾ ബാലചന്ദ്ര മേനോൻ എത്തിയിട്ടുണ്ട്. എന്താണ് ബാലചന്ദ്ര മേനോൻ താങ്കൾക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, അന്ധരായ ആളുകൾക്ക് ബ്രെയിൻ ലിപിയുടെ സഹായത്തോടുകൂടി വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഇലക്ഷൻ കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട്. ബ്രെയിൻ ലിപി വഴി ഒരുക്കിയ വോട്ടിംഗ് മെഷീനിൽ സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും അവർക്കറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ സഹായമില്ലാതെ തന്നെ അവർക്ക് വോട്ട് ചെയ്യാനായി സാധിക്കുന്നതാണ്. വളരെ നല്ലൊരു കാര്യമാണ് ഇലക്ഷൻ കമ്മീഷൻ ഒരുക്കിയിരിക്കുന്നത്. നന്നായി. എന്തായാലും നമുക്ക് ഇപ്പോൾ തിരിച്ച് വോട്ടുകടയിൽ വരാം. അവിടെ സലീം കുമാറിന് മറ്റൊരു ഇൻഫോർമേഷൻ പ്രേക്ഷകരോട് പറയാനുണ്ട്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? വോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്തെങ്കിലും നോക്കാനുണ്ടോ? താങ്കൾ പറയൂ സലീം കുമാർ. നമ്മള് ബൂത്തിൽ പോയി കമ്പാർട്ട്മെന്റിൽ വോട്ട് ചെയ്ത ശേഷം വോട്ടിംഗ് മെഷീന് തൊട്ടടുത്തുള്ള VVPAT മെഷീനിൽ പ്രിന്റ് ചെയ്ത് കാണാവുന്നതാണ്. 7 സെക്കൻഡ് സമയമുണ്ട്. അതിൽ ക്രമ നമ്പർ, സ്ഥാനാർത്ഥിയുടെ പേര്, ചിഹ്നം എല്ലാം കാണാൻ സാധിക്കും.
നമ്മൾ വോട്ട് ചെയ്ത വ്യക്തിക്ക് തന്നെയാണോ എന്ന് നമുക്കത് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ്. എല്ലാവരും അത് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ഇലക്ഷന്റെ കമ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തു പോകാൻ പാടുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി പ്രിന്റ് ചെയ്ത് വന്നത് നമ്മൾ വോട്ട് ചെയ്ത വ്യക്തി അല്ലെങ്കിൽ അപ്പൊ തന്നെ അവിടെയുള്ള ആൾക്കാരോട് പരാതിപ്പെടാനും വോട്ടിംഗ് മെഷീൻ പരിശോധിക്കാനുമുള്ള സംവിധാനം ഈ ഇലക്ഷൻ കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട്. വളരെ നല്ലൊരു ഇൻഫോർമേഷൻ ആണ് സലീംകുമാർ നമ്മൾക്ക് തന്നിരിക്കുന്നത്. എല്ലാവരും ഇക്കാര്യം ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വോട്ട് ചെയ്ത ശേഷം. എന്തായാലും ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ വോട്ട് കടയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം എന്തോ ഷൂട്ടിങ്ങിന് പോയ സമയത്താണ് അവിടെ എത്തിയിരിക്കുന്നത്. താങ്കൾക്ക് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? എല്ലാവർക്കും ഉണ്ട് നമസ്കാരം. എല്ലാവരും വോട്ട് ചെയ്യാൻ പോകണം. ഞാനെന്തായാലും വോട്ട് ചെയ്യാൻ പോകും. ഞാനും എന്റെ ഫാമിലിയും വോട്ട് ചെയ്യും. കാരണം വോട്ട് ചെയ്യുന്നത് നമ്മുടെ കടമയാണ്. എത്രേ പറയാനുള്ളൂ. നന്ദി ഷൈൻ ടോം. ഏതായാലും ആറാട്ടണ്ണൻ നമ്മുടെ സന്തോഷ് ഇപ്പോൾ വോട്ടുകളിൽ വയനാട് ജില്ലയിലെ സീപ്പൊരിക്ക വോട്ടുകളിൽ എത്തിയിട്ടുണ്ട്. താങ്കൾക്ക് എന്താണ് ഇലക്ഷനെ കുറിച്ച് പറയാനുള്ളത്? ബേസിക്കലി ഞാൻ ഒരു ഇലക്ഷൻ പ്രേമിയാണ്. ഞാൻ എന്തായാലും വോട്ട് ചെയ്യാൻ പോവും. നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്യണം. കേരളം ഇപ്പോ ഇലക്ഷന്റെ ചൂട് കൊണ്ട് അറാടുകയാണ്. വളരെ നന്ദി സന്തോഷ്. നമുക്ക് തിരിച്ചു വരാം. എന്തായാലും ഏപ്രിൽ 26 നമ്മൾ എല്ലാവരും വോട്ട് ചെയ്യണം. ഓരോ വോട്ടും വിലപ്പെട്ടതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഓരോ വോട്ടും എണ്ണുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമ്മതിദായ അവകാശം നമ്മൾ എന്തായാലും വിനിയോഗിക്കുക തന്നെ വേണം. കരുത്തുറ്റ ജനാധിപത്യത്തിന് എന്തായാലും വിപുലമായ ജനപങ്കാളിത്തം അത്യാവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് ശക്തിപ്പെടുത്താനായി നമ്മൾ എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കുടീനി ന്യൂസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നാളെ കാണുന്നവരെ ഗുഡ് ബൈ.